കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ. നഷ്ടപ്പെട്ടു പോകുന്ന മൊബൈൽ ഫോണുകൾ കണ്ടെത്തി നൽകുന്ന സിവിൽ പോലീസ് ഓഫീസർ കേരള പോലീസിന് അഭിമാനമാവുന്നു. മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ഇരിക്കൂർ ഊരത്തൂർ സ്വദേശി പി രജീഷ് കുമാറാണ് മാതൃകയാവുന്നത്. 1.5 വർഷത്തിനുള്ളിൽ 62 സ്മാർട്ട് ഫോണുകളാണ് രജീഷ് കണ്ടെത്തി ഉടമകൾക്ക് നൽകിയത്. 2 വർഷം മുൻപാണ് രജീഷ് കുമാർ മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിൽ സിവിൽ പോലീസ് ഓഫീസറായി ചുമതലയേറ്റത്. ഇതിനിടയിലാണ് മൊബൈൽ ഫോണുകൾ കാണാതാവുന്നതും നഷ്ടപ്പെടുന്നതും പരാതികൾ ലഭിക്കുന്നത്. 1.5 വർഷം മുൻപ് നഷ്ടപ്പെട്ടു പോകുന്ന മൊബൈൽ ഫോണുകൾ കണ്ടെത്തുന്ന ചുമതലകൾ രജീഷ് കുമാറിന് കൈമാറുകയായിരുന്നു. ഫോണുകൾ നഷ്ടപ്പെട്ട് എത്തുന്നവരെ കൊണ്ട് CEIR പോർട്ടലിൽ പരാതി രജിസ്റ്റർ ചെയ്യിപ്പിക്കും. നഷ്ടപ്പെട്ട ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്യുന്നതിന് മുൻപ് ലൊക്കേഷൻ എടുത്ത് ഫോണുകൾ കണ്ടെത്താനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും. സ്വിച്ച് ഓഫ് ചെയ്ത ഫോണിൽ മറ്റൊരു സിം കാർഡ് ഇട്ടാൽ ഫോൺ എവിടെയാണ് ഉള്ളത് എന്നുള്ള വിവരങ്ങൾ ലഭിക്കും. ബീഹാർ, ബംഗാൾ, പൂനെ, രാജസ്ഥാൻ, ആസാം, കർണാടക, തമിഴ്നാട്, ആന്ധ്ര എന്നിവിടങ്ങളിൽ നിന്നാണ് കൂടുതലായും ഫോണുകൾ കണ്ടെത്തിയത്. ഫോണുകളിൽ ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ട ഫോണാണെന്നും തിരിച്ചേൽപ്പിക്കണമെന്നും പോലീസ് ഉദ്യോഗസ്ഥൻ ഫോൺ ഉപയോഗിക്കുന്നയാളോട് പറയും. ഫോൺ തിരിച്ചേൽപ്പിച്ചില്ലെങ്കിൽ കേസാകുമെന്നും പറഞ്ഞു. ഇതിന്റെ ഗൗരവം പറഞ്ഞ് അവരെ മനസ്സിലാക്കും. ഫോൺ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാനോ അല്ലെങ്കിൽ മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊറിയർ അയക്കാനോ ആണ് പറയുക. കൊറിയർ അയച്ചാൽ അതിനുള്ള പണം പോലീസ് നൽകും. ഫോണുകൾ ലഭിച്ചവരും പോലീസുകാരും അടക്കം നിരവധി പേർ കൊറിയർ വഴി ഫോണുകൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. വിലപിടിപ്പുള്ള സ്മാർട്ട് ഫോണുകളാണ് കൂടുതലായും കാണാതാവുന്നതും നഷ്ടപ്പെട്ടതും. ടൂർ പോകുമ്പോഴും മറ്റുമാണ് ഫോണുകൾ നഷ്ടപ്പെടുന്നത്. കൂടുതലായും ഇതര സംസ്ഥാനക്കാരിൽ നിന്നാണ് ഫോണുകൾ കണ്ടെത്തിയത്. നഷ്ടപ്പെടുന്ന ഫോണുകൾ കണ്ടെത്താൻ പരിശ്രമം ചെറുതല്ല. പരാതി ലഭിച്ച് രജിസ്റ്റർ ചെയ്താൽ ഫോണുകൾ കണ്ടെത്തുന്നത് വരെ ഇതിന് പിന്നാലെ ആയിരിക്കുമെന്ന് രജീഷ് കുമാർ പറഞ്ഞു. അതർ സ്റ്റേറ്റിലാണ് കണ്ടെത്തി കഴിഞ്ഞാൽ അവരുടെ കോൾ ഡീറ്റെയിൽസ് എടുത്ത് ആ സിം ഓണറെ ഡീറ്റെയിൽസ് എടുത്തിട്ട് അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് ഒന്നുകിൽ അടുത്തുള്ള അവരുടെ സ്റ്റേഷനിൽ ഫോണിൽ എത്തിക്കാൻ പറയും. അതുവഴി പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടിട്ട് കൊറിയർ വഴി നമ്മുടെ മട്ടന്നൂർ സ്റ്റേഷനിലേക്ക് അയച്ചു തരാൻ അറിയിച്ചിട്ട് അവർ പിന്നെ കൊറിയറിൽ അയച്ചു തരും. ആ കൊറിയർ ചാർജ് ഞങ്ങൾ ഇവിടുന്ന് ആ കംപ്ലൈൻറ്റ് കൊണ്ട് പേ ചെയ്തിട്ടാണ് ഫോണ് തിരിച്ചെത്തിക്കാറ്. ചില സമയങ്ങളിൽ ആ ഫോണ് കയ്യിൽ വെച്ചിരിക്കുന്നവരെ കൊണ്ട് തന്നെ കൊറിയർ വഴി അയച്ചു കൊടുത്ത് ആ കൊറിയർ ചാർജ് ഞങ്ങൾ അതായത് കംപ്ലൈൻറ്റിനെ കൊണ്ട് തിരിച്ചു കൊടുത്തിട്ടാണ് ഫോൺ സ്റ്റേഷനിൽ എത്തിക്കാറ്. അങ്ങനെ ഒരു CEIR പ്രകാരം ഒരു 53ഓളം ഫോണുകൾ കണ്ടെത്തിയിട്ട് ആ നഷ്ടപ്പെട്ട ആൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഈ 1.5 വർഷത്തിനിടയിൽ CEIR രജിസ്റ്റർ ചെയ്ത 53ഓളം ഫോണും അല്ലാതെ സ്വിച്ച് ഓഫ് ആക്കുന്നതിന് മുന്നേ ഉള്ള ഒരു 20 ഫോണും കണ്ടെത്താൻ സാധിച്ചു. 100-ലേറെ പരാതികളാണ് ഫോണുകൾ നഷ്ടപ്പെട്ടതിന് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ 1.5 വർഷത്തിനുള്ളിൽ 62 ഫോണുകളാണ് കണ്ടെടുക്കാനായത്. ഇതുകൊണ്ട് തന്നെ ഫോണുകൾ നഷ്ടപ്പെട്ടാൽ ആർക്കും പേടി വേണ്ട. മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിലെ രജീഷ് കുമാർ കണ്ടെടുത്തു തരും. ഇത്രയും ഫോണുകൾ കണ്ടെടുത്ത് നൽകിയതിനാൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഗുഡ് സർവീസ് സെന്ററിയും രജീഷ് കുമാറിനെ തേടിയെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ. മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ.